സൺഡേ സാലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഗാസയിൽ സമാധാനത്തിനുള്ള വഴി തെളിഞ്ഞു വരുന്നതായ സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഹമാസ് ട്രംപ് പ്ലാനിലെ വളരെ പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ അംഗീകരിച്ചു. അതിലേറ്റവും പ്രധാനമായത്, ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായത് ബന്ദികളെ വിട്ടയക്കുക എന്നുള്ളതാണ്. അപ്പോൾ ബന്ദികളെ വിട്ടയക്കുകയും കൂടാതെ ഒരു പാലസ്തീനിയൻ ടെക്നോക്രാറ്റ്സ് നേതൃത്വം നൽകുന്ന ഒരു ഭരണ സംവിധാനത്തിന് വഴങ്ങിക്കൊടുക്കുകയും ചെയ്യാം എന്ന് ഹമാസ് സമ്മതിച്ചു. ബാക്കിയുള്ള ട്രംപിന്റെ പ്ലാനുകളിലെ 20 പോയിന്റ് പ്ലാനാണ്. 20 പോയിന്റ് പ്ലാനിലെ ബാക്കിയുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്ക് കുറച്ചുകൂടി നെഗോസിയേഷൻ ആവശ്യമുണ്ടെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവർ നെഗോസിയേഷൻ ടേബിളിലേക്ക് വരാമെന്നുമുള്ളതാണ് 3ാമത്തെ പോയിന്റ്. അപ്പോൾ 3 കാര്യങ്ങളാണ്. 1, ബന്ദികളെ വിട്ടയക്കും. 2, പുതിയ ഭരണ സംവിധാനത്തിന് അംഗീകാരം നൽകും, വഴങ്ങിക്കൊടുക്കും. 3, എത്രയും പെട്ടെന്ന് നെഗോഷിയേഷനിലേക്ക് കിടക്കും. അപ്പോൾ ഈ ഒരു പ്രോമിസിന്റെ അടിസ്ഥാനത്തിൽ ട്രംപ് ഇസ്രായേലിനോട് ബോംബിംഗ് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ബോംബിംഗ് മാത്രം, ആകാശത്ത് നിന്ന് ബോംബ് വർഷിക്കുന്നത് നിർത്തിവെക്കാനായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നെതന്യാഹു തന്റെ പട്ടാളത്തോട് മുൻപോട്ട് നീങ്ങുന്ന ദറ്റ് ഈസ് സ്ലോ ദ പേസ്, കുറച്ച് പതുക്കെ മുന്നോട്ട് പോയാൽ മതി, ഇപ്പോൾ കയറുന്ന ഒരു സ്പീഡിൽ കയറണ്ട, സ്ലോ ഡൗൺ ദ പേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി പുറത്തു വരുന്നത്. ട്രംപ് അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ അദ്ദേഹം പറയുകയുണ്ടായി, ഇത് ഖത്തർ, ടർക്കിയ, സൗദി അറേബ്യ, ഈജിപ്ത്, ജോർദാൻ ആൻഡ് സോ മെനി അതേഴ്സ്, ഇത്രയും രാജ്യങ്ങൾ ചേർന്ന് ഹമാസിനെ അങ്ങേയറ്റം നിർബന്ധിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിലുള്ള ഒരു സമ്മതത്തിലേക്ക് ഹമാസിനെ കൊണ്ടെത്തിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഈ രാജ്യങ്ങൾക്ക് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചത്, ആത്മഹത്യ ചെയ്ത് സ്വർഗത്തിൽ പോയി സുഖം അനുഭവിക്കാൻ തിരക്ക് കൂട്ടല്ലേ, പ്ലീസ് വെയിറ്റ് എന്നുള്ള ഒരു കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഈ ഗാസയിലെ അല്ലെങ്കിൽ പലസ്തീന എന്ന് പറഞ്ഞാൽ നമ്മളുടെയൊക്കെ മനസ്സിൽ വരുന്ന ഒരു പ്രദേശത്ത് തുടരേണ്ടത് അവരെ സംബന്ധിച്ച് ആവശ്യമാണ് എന്നതുകൊണ്ടാണ് അത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടാൻ സാധിച്ചു. വളരെ പെട്ടെന്ന് മരിച്ച് സ്വർഗത്തിൽ കിട്ടുന്ന സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ അങ്ങോട്ട് ഓടിച്ചെല്ലാതെ പ്ലീസ് യു കണ്ടിന്യൂ, ട്രൈ ടു കണ്ടിന്യൂ ഹിയർ. കാരണം നമ്മളോട് പിടിച്ചു നിൽക്കേണ്ടതുണ്ട്, നമ്മൾക്ക് വേറെ ലക്ഷ്യങ്ങൾ ഇനിയും മുൻപോട്ട് കാണേണ്ടതുണ്ട്. അങ്ങനെ ലക്ഷ്യങ്ങൾ കാണണമെങ്കിൽ ആ സ്ഥലത്ത് നമ്മൾ ഉണ്ടായിരിക്കണം. ആ സ്ഥലത്ത് നമ്മൾ ഇല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യം ഇവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഹമാസ് എന്ന് പറയുന്ന ഒരു ആത്മഹത്യാ സംഘടനയാണ്. അവരെ സംബന്ധിച്ച് മരണമാണ് അവരേറ്റവും അധികം കാക്ഷിക്കുന്ന കാര്യം. വിജയം എന്നതിനേക്കാളേറെ അവർ കാക്ഷിക്കുന്നത് മരണമാണ്. കാരണം മരണത്തിന് ശേഷം അവർക്ക് ലഭിക്കാൻ പോകുന്ന ആ ഒരു വലിയ ലോട്ടറിയെ സംബന്ധിച്ചുള്ള എന്താ പറയുക, ഒരു വ്യാജ സ്വർഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് ഇവർ. അവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതി. ശത്രുവിന്റെ കൈകൊണ്ട് ഒന്ന് മരിച്ചു കിട്ടിയാൽ പിന്നെ കിട്ടാൻ പോകുന്ന ഒരു ആഹ്ലാദത്തെ ഓർത്താണ് അവർ വാസ്തവത്തിൽ യുദ്ധം ചെയ്യുന്നത്. മരണമാണ് അവരെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിഫലമായി അവർ കാണുന്നത്. അപ്പൊ ആ ഒരു കൂട്ടരെ ആത്മഹത്യയിൽ നിന്ന് പിന്തിരിപ്പിച്ച് തൽക്കാലം ഇദ്ദേഹം പറയുന്ന ഒന്ന് കേൾക്കുക, നിങ്ങൾ ആ ബന്ദികളെ തിരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് ഇവരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ ഈ രാജ്യങ്ങൾക്ക് കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് സാധിച്ചു എന്നാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള കാര്യത്തെ സംബന്ധിച്ച് വാക്ക് കീഴടങ്ങില്ല. അത് ആയുധം വെച്ച് കീഴടങ്ങുക എന്നതാണ്. അപ്പൊ ആയുധം വെച്ച് കീഴടങ്ങുക എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള ഒരു മെൻഷനിങ് ഈ ഹമാസിന്റെ സ്റ്റേറ്റ്മെന്റിനകത്തില്ല. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞത് ഇത് നീട്ടിവലിച്ചു കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അദ്ദേഹത്തിന് കോൺക്രീറ്റ് ആയിട്ടുള്ള 20 പോയിന്റുകളും അംഗീകരിക്കുന്നതായിട്ടുള്ള 100% ഉറപ്പുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് എത്രയും വേഗം അദ്ദേഹത്തിന് ലഭിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അദ്ദേഹം 4 ദിവസത്തെ അവധി കൊടുത്തു. എന്തായാലും ആ അവധിയുടെ തന്നെ ഏകദേശം ഇവർക്ക് ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ പറയാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും അദ്ദേഹം ഇത് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യതയില്ല. കാരണം ബന്ദികളെ തിരിച്ചു കൊടുക്കുന്നു, അതിന്റെ പേരിൽ ഇസ്രായേൽ യുദ്ധം നിർത്തിയിട്ടില്ല. ഇസ്രായേൽ അതിന്റെ സ്ലോ ഡൗൺ ദ പേസ്, ഇപ്പോഴുള്ള ആക്രമണത്തിന്റെ വേഗതയൊന്നും കുറയ്ക്കും. അപ്പോൾ ട്രംപ് ആവശ്യപ്പെട്ടത് വെടിനിർത്തലല്ല, ബോംബിംഗ് നിർത്താനാണ്. ആകാശത്ത് ബോംബ് കൃഷിക്കുന്നത്. കാരണം ഈ ഹോസ്റ്റേജസിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഹോസ്റ്റേജസിന് പരിക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ബോംബിംഗ് നിർത്തണമെന്നാണ് ഇസ്രായേലിനോട് ട്രംപ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ബോംബിംഗ് നിർത്തുക. അപ്പൊ കരയുദ്ധം, അതായത് ടാങ്കുകൾ ഉപയോഗിച്ചുള്ള യുദ്ധം, റോബോട്ട്സ് ഉപയോഗിച്ചുള്ള യുദ്ധം, മിലിറ്ററി അഡ്വാൻസ്മെന്റ്, ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇതിനൊന്നും ഒരു ഇടതടവും വന്നിട്ടില്ല. കാരണം ഇവരെ ഈ ട്രീറ്റി പൂർണ്ണമായും അംഗീകരിച്ചിട്ടില്ല. ഈ ട്രീറ്റി പൂർണ്ണമായും അംഗീകരിക്കുമ്പോൾ മാത്രമാണ് സീസ് ഫയർ നിലവിൽ വരുന്നത്. ഇവരതിനെ ഭാഗികമായി അംഗീകരിച്ചതിന്റെ പേരിൽ ട്രംപ് പറയുന്നു ആകാശത്ത് ബോംബ് വർഷിക്കുന്ന നിർത്തുക. അത്ര മാത്രമേ ട്രംപ് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നെതന്യാഹു അദ്ദേഹത്തിന്റെ മിലിറ്ററി പറഞ്ഞു സ്കെയിൽ ഡൗൺ ദ ഒഫെൻസീവ്, അതായത് ഇപ്പൊ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വേഗത്തിലുള്ള ആക്രമണം മതി എന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. അവരുടെ മിലിറ്ററി IDF ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് അവിടെ നിൽക്കാൻ പറഞ്ഞിട്ടില്ല. IDF മുന്നോട്ട് അഡ്വാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഹോസ്റ്റേജസിനെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ഈ മൂടൊക്കെ മാറും.
ഹോസ്റ്റേജസിന് തിരിച്ചു വരേണ്ട ഭാഗത്തേക്ക് വന്നിട്ട് പിന്നെ ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങിയില്ലെങ്കിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഒഫൻസീവ് അല്ലെങ്കിൽ ആക്രമണം വളരെ എളുപ്പമാവും. കാരണം അവരിപ്പോൾ ആക്രമണം വളരെ നിയന്ത്രിതമാക്കിയിരിക്കുന്നത് അവരുടെ ആളുകളെ തന്നെ ഈ ബോംബിന്റെ കീഴിൽ ഇവർ പിടിച്ചു നിർത്തിയുള്ളതുകൊണ്ടാണ്. അവരവരുടെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു നിർത്തുന്നുള്ളത് അവരുടേതാണ്. പക്ഷേ ഇവരുടെ ഹോസ്റ്റേജസിനെ കൂടി ഇതിന്റെ മുൻപിൽ, വെടിയുണ്ടകൾക്ക് മുൻപിൽ ബോംബിന്റെ കീഴിൽ വെച്ചിട്ടുള്ളത് കൊണ്ടാണ് വളരെ ശ്രദ്ധയോടെ മാത്രമാണ് ഹോസ്റ്റേജസിന് അപകടം പറ്റാത്ത രീതിയിൽ വളരെ ശ്രദ്ധയോടെ മാത്രമേ ഇസ്രായേലിന് മുന്നേറാൻ സാധിക്കൂ. പക്ഷേ ഈ ഹോസ്റ്റേജസിന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് അതിന്റെ ഒഫൻസീവിന് പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ഒന്നുമില്ല. അത് വേണ്ട 4 ദിവസം കൊണ്ട് ഗാസ അവർ കീഴടക്കും. അപ്പൊ ആ ഒരു സ്റ്റേജിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ഒരു തീരുമാനമെടുക്കാനാണ് ട്രംപ് ഈ ഇവരുടെ മീഡിയേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളോട് പറയുന്നത് എത്രയും. അപ്പം മീഡിയേറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇവർക്ക് ചില കാര്യങ്ങൾ നെഗോസിയേഷൻ ആവശ്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് പിന്നെ IDFന്റെ പിന്മാറ്റത്തെ കുറിച്ചൊക്കെ ആയിരിക്കണം. അത് വളരെ ട്രിക്കി ആയിട്ടുള്ള പോയിന്റ്സ് ആണ് രണ്ടുപേരെ സംബന്ധിച്ച്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് അവര് ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കും. കാരണം ഇന്റർനാഷണൽ ഫോഴ്സ് ആണ് അവിടെ ലോ ആൻഡ് ഓർഡർ ഏറ്റെടുക്കും എന്ന് പറയുന്നത്. ഗവേണൻസ് പാലസ്തീൻ ടെക്നോക്രാറ്റ്സ് ആണെങ്കിൽ പോലും അമേരിക്കയുടെ നേതൃത്വം, അമേരിക്കൻ പട്ടാളത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഇന്റർനാഷണൽ ഫോഴ്സ് ആണ് അവിടെ ഈ പറയുന്ന നിയന്ത്രണം ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ നിയന്ത്രണം ഏറ്റെടുക്കാൻ വരുന്ന ഫോഴ്സിന്റെ ഒന്നാമത്തെ ചുമതല ഹമാസിനെ ഡിസാം ചെയ്യേണ്ടതാണ്. അപ്പൊ അവർ ഗാസ സിറ്റിയുടെ ഹാർട്ടിൽ പോയി മുഴുവൻ ഹമാസുകാരെയും തിരഞ്ഞ് കണ്ടുപിടിച്ചെടുത്ത് അവരുടെ ഓരോരുത്തരുടെയും ആയുധങ്ങൾ ഒഴിവാക്കിയതിനു ശേഷം മാത്രമേ IDF ഇപ്പോൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് പുറകോട്ട് പോകാൻ സാധ്യതയുള്ളൂ. കാരണം ഇപ്പോൾ നിൽക്കുന്ന പോയിന്റ് വരെയുള്ള പോയിന്റ്, ദാറ്റ് മീൻസ് മോർ ദാൻ 90% ഓഫ് ഗാസ, അത് IDFന്റെ പരിപൂർണ്ണ നിയന്ത്രണത്തിലാണ്. അവിടെ ആയുധങ്ങളോ അപകടകരമായ കാര്യങ്ങളോ ഇല്ല എന്ന് അവർ ഉറപ്പാക്കിയിട്ടുണ്ട്. ഇനി റിമൈനിങ് 10%-നകത്താണ് ആയുധങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതാണ് ഒഴിവാക്കേണ്ടത്. അതും കൂടി ഒഴിവാക്കാനാണ് IDF ശ്രമിച്ചുകൊണ്ട് അതിനുള്ളിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ആദ്യം ഒരു ഇന്റർനാഷണൽ ഫോഴ്സ് വന്നാൽ ആദ്യം ചെയ്യേണ്ടത് ഈ 10% സ്ഥലം അത് ക്ലീൻ ആക്കുക എന്നതാണ്. അത് ക്ലീൻ ആക്കുന്നത് വരെ നിശ്ചയമായും IDF അവിടുന്ന് പിൻവാങ്ങില്ല. സ്വാഭാവികമായിട്ടും നേരത്തെ മുതൽ ഹമാസ് ആവശ്യപ്പെട്ടിരുന്നത് ബന്ദികളെ തിരിച്ചു കിട്ടണമെങ്കിൽ IDF പുറത്തു പോകണമെന്നാണ്. IDF പുറത്തു പോയാൽ അപ്പം ഞങ്ങൾ ബന്ദികളെ തിരിച്ചു കൊടുക്കാനാണ്. ഇപ്പൊ ആ ഒരു കാര്യം എന്തായാലും സംഭവിക്കില്ല. IDF പുറത്തു പോയിട്ട് ബന്ദികളെ കൈമാറുക എന്നുള്ളൊരു കാര്യം നടക്കുകയില്ല. IDF നിൽക്കുന്ന പോയിന്റിൽ നിന്ന് 1 ഇഞ്ച് പോലും പുറകോട്ട് പോകില്ല. അവർ നിൽക്കുന്ന ആ ഒരു സ്ഥലം വരെ അവർ ക്ലീൻ ആക്കിയിട്ടുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള സ്ഥലം കൂടി ഇന്റർനാഷണൽ ഫോഴ്സ് ക്ലീൻ ആക്കുകയാണെങ്കിൽ ആ ഉള്ളിൽ നിന്ന് ഇന്റർനാഷണൽ ഫോഴ്സ് പുറത്തേക്ക് വരുന്നതിനനുസരിച്ച് IDF പിൻവാങ്ങാം എന്നൊരു നിലപാടാണ് IDF എടുക്കാൻ സാധ്യത എന്നുള്ളത് കോമൺ സെൻസ് ആണ്. കാരണം അവർ അത്ര അധ്വാനിച്ചാണ് ഇത്രയും ഭാഗം ക്ലീൻ ആക്കിയെടുത്തത്. ഇനി അത് ക്ലീൻ ആക്കിയിട്ട് ഹമാസിന് വീണ്ടും അവിടെ ആയുധ സംഭരണം നടത്താനും തിരിച്ച് ഇസ്രായേലിനെ ഇനിയും വീണ്ടും ആക്രമിക്കാനുള്ള സാഹചര്യത്തിലേക്ക് അവരെന്തായാലും കാര്യങ്ങൾ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അത് അമേരിക്കയ്ക്കും അറിയുന്ന കാര്യമാണ്. അമേരിക്കയുടെയും താല്പര്യമാണ് ഇതെന്നുള്ള എല്ലാവർക്കും അറിയാം. നേരെ മറിച്ച് അറബ് രാജ്യങ്ങളെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ പറയുന്ന വിഷയം, ഈ പാലസ്തീൻ വിഷയം കത്തിച്ചു നിർത്തേണ്ടതുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഇത് ഈ പറയുന്ന ഒരു പാലസ്തീന എന്ന് പറയുന്ന ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അവരുടെ ഒക്കെ മനസ്സിലുള്ള പാലസ്തീനയ്ക്ക് ഒരു തലയുണ്ട്. ആ തല ഇപ്പം ഇസ്രായേലിന്റെ കയ്യിലായിരിക്കുന്നു. ഇസ്രായേൽ അത് കൊടുക്കില്ല. ആ തല എങ്ങനെയെങ്കിലും ഏതെങ്കിലും അവസരത്തിൽ എടുക്കാൻ കഴിയുമോ എന്നുള്ള ഒരു ചിന്തയാണ് ഇസ്രായേലിന് ഈ അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചുള്ളത്. അപ്പൊ അവര് അതിനു വേണ്ടിയുള്ള പണികൾ അവർ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ആ പണിയിൽ നിന്ന് ഇവരെ പിന്തിരിപ്പിക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് വെസ്റ്റ് ബാങ്കിലാവട്ടെ ഗാസയിലാവട്ടെ ആയുധധാരിയായ ഒരു അറബി ഇല്ല എന്ന് ഉറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഈ പറയുന്ന ഇന്റർനാഷണൽ ഫോഴ്സിനെ സംബന്ധിച്ച് ആയുധങ്ങൾ പരിപൂർണമായും അവിടെ നിന്ന് ഒഴിവാക്കി ഇനി ഭീകരപ്രവർത്തനത്തിന് താൻ മുതിരുകയില്ല എന്നുള്ള ഒരു സത്യം ചെയ്യൽ, ഒരു എഗ്രിമെന്റ് ഓരോ ഹമാസ് പ്രവർത്തനങ്ങളിൽ നിന്നും വാങ്ങി എടുക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ ഹോസ്റ്റേജസിനെ തിരിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഇപ്പം ഇസ്രായേലിൽ വളരെയേറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ പറയുന്ന ഹോസ്റ്റേജസിന്റെ ഫാമിലീസിന്റെ നമ്പറാണ്. അപ്പൊ ഹോസ്റ്റേജസിന്റെ ഫാമിലികൾ ആർക്കും അത് കാണാതിരിക്കാൻ പറ്റില്ല. കാരണം അത് ഒരു 48 പേരുടെ കുടുംബങ്ങളുടെ മാത്രമല്ല, അത് എൻ്റയർ നേഷന്റെ പ്രശ്നമാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും നമ്മളുടെ ഒരാളുടെ ഒരു വീട്ടിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് പോയി ഇതുപോലെ നിരന്തരമായി പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, മരണത്തെ ഫേസ് ചെയ്യേണ്ട സാഹചര്യത്തിൽ എൻ്റയർ സൊസൈറ്റി ഒന്നിച്ചു നിൽക്കും. അവർ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങിയെടുക്കുക. അപ്പൊ നെതന്യാഹു ഇവരെ തിരിച്ചു വാങ്ങുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ള ഒരു വലിയ വിമർശനം അദ്ദേഹത്തിന്റെ നാട്ടിലുണ്ട്. അതിനെ സംബന്ധിച്ചുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. ആളുകളുടെ ഇടയിൽ അതിന്റെ പ്രതിഷേധമുണ്ട്. വൺസ് ദ ഹോസ്റ്റേജസ് ആർ ബാക്ക്, ഈ ഹോസ്റ്റേജസ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇതിൽ ബഹുഭൂരിഭാഗവും ഡെഡ് ബോഡീസ് ആയിട്ടാണ് വരുന്നത്. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളാണ്, കുട്ടികളായിട്ടുള്ള ആളുകളാണ്. ആ വീടുകളിലേക്ക് ശവം എത്തുമ്പോൾ അവരുടെ മൂഡ് എന്തായിരിക്കും?
ആ വീടുകളിലേക്ക് എല്ലും തോലും മാത്രമായ ശരീരങ്ങൾ എത്തുമ്പോൾ, ജീവനുള്ള ശരീരങ്ങൾ എത്തുമ്പോൾ എന്തായിരിക്കും അവരുടെ മൂഡ്? ഒരുപക്ഷെ വല്ലാത്ത രീതിയിൽ അബ്യൂസ് ചെയ്യപ്പെട്ട ആളുകൾ, അത് സ്ത്രീകളും കുട്ടികളും പെൺകുട്ടികളും അടങ്ങുന്ന സംഘം തിരിച്ചു വരുമ്പോൾ അവർ പറയുന്ന കഥകളിൽ നിന്ന് ഒരുപക്ഷെ ഇസ്രായേലിലെ വികാരം ഇതിന്റെ 10 ഇരട്ടിയായിട്ട് ആളുകെത്തും. ഇത് യുവന്മാരെ തീർത്തിട്ട് മതി ബാക്കി കാര്യം. ഹോസ്റ്റേഴ്സിനെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മൂഡ് മാറും, രാജ്യത്തിന്റെ മൂഡ് മാറും. അപ്പം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ വൺസ് ദ ഹോസ്റ്റേഴ്സ്, ഇത് ഹമാസിന് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് ഒരു ഹോസ്റ്റേഴ്സിനെ കൊടുക്കാൻ ഏറ്റവും അധികം മടിക്കുന്നത്. ഹോസ്റ്റേഴ്സിനെ കൊടുത്താൽ തങ്ങളുടെ കാര്യം പോക്കാന്ന് അവർക്കറിയാം. അപ്പൊ അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കരാറും ആ കരാറിന് പിന്നീട് വരുന്ന ഇന്റർപ്രിട്ടേഷൻസും ഒക്കെ എന്താവും എന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തായാലും ഇത് വെടിനിർത്തലിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു പോയിന്റിലേക്ക് ഇത് വരുന്നുണ്ട്. അപ്പം അത് ശുഭകരമായ കാര്യമാണ്. എവിടെയാണെങ്കിലും ആക്രമണങ്ങൾ നിൽക്കേണ്ടതുണ്ട്. അത് നിൽക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് വലിയ കാര്യമാണെന്ന് സമ്മതിക്കാതെ നിവൃത്തിയില്ല.